ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് പോകുന്നത് എവിടേക്കാ? പർച്ചേസിങ്. എന്ത് പർച്ചേസിങ്? ഓണ പർച്ചേസിങ്. ആരൊക്കെയുണ്ട്? അമ്മയും ഞാനും. പിന്നെ ആരാ കാണിച്ചു തരാം. എന്ത് അപ്പോൾ നമ്മൾ പർച്ചേസിങ് പോവാണ് ഗൈസ്. ഓണത്തിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ കാണിക്കാം. അമ്മയുടെ സാരി എടുത്ത് മേക്കപ്പ് ഇട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവിടെ എത്തിയിട്ട് കാണിക്കാം ബാക്കിയുള്ള വിശേഷങ്ങൾ. ഗൈസ്, അങ്ങനെ ഓണത്തിൻ്റെ പർച്ചേസിങ്ങിന് മോൾക്കുള്ള സാധനങ്ങൾ ആദ്യം തന്നെ എടുത്ത് വയ്ക്കണം. എന്തൊക്കെ അതിനുള്ളത് പറ. എനിക്ക് ഈ വീട്ടിൽ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയണം. എന്നോട് പറഞ്ഞിട്ട് വേണം കൊണ്ടുപോകാൻ. പറ, എന്തൊക്കെ കൊണ്ടുപോണേ പറ. എന്റെ മോൾക്ക് ഒന്നുമില്ല, അതിന് പാവം 2-4 അത് കാശ് കൊടുത്ത് പഠിക്കാൻ ഞാൻ പിടിക്കാതൊക്കെ പിടിക്കുന്ന ആൾക്കാര് പറയും നന്ദന അമ്മേനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇറക്കിച്ചു. അങ്ങനെ പറയും ആൾക്കാര്. അതൊക്കെ മേലെ പറയണ. അയ്യോ, എന്റെ ഇച്ചായ വെള്ളത്തോള് നടക്ക്. നമ്മള് പോവാണ് ഗൈസ്. ഇനി 5 രൂപയ്ക്ക് പോണം. ഇവിടെ പോണം. നടക്കമ്മേ. ഞാൻ പിടിക്കാം. അതാ ഞാൻ പിടിക്കാം. എന്തിട്ട് കാണില്ലാത്ത സാധനം അതറിഞ്ഞ നല്ലതാ. എന്നാ പോട്ടെ ഗൈസ്. ഗൈസ്, നമ്മുടെ കൂടെ അതിഥി ഉണ്ടെന്ന്. അതിഥി നമ്മുടെ പർച്ചേസിങ്ങിന് വരുന്നുണ്ട്. അല്ല അതിഥി എൻ്റെ തലാന്ന് ഗൈസ്. അതിഥിനെ കൂട്ടിയിട്ടാണ് നമ്മൾ പർച്ചേസിങ്ങിന് പോണത്. നമ്മൾ പോട്ടെ. അതിഥിനെ കൊണ്ട് ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിപ്പിക്കാം. അതിഥി മേടിച്ചു തരൂ. അതിഥി നിൽക്കുന്നു ഇവിടെ. അതിഥിയുടെ മുഖം കാണിക്കട്ടെ ഗൈസ്. ആൾക്കാർ മുഖം ചോദിക്കുന്നുണ്ട്. നിങ്ങളെ കാണിക്കട്ടെ. കുട്ടാപ്പിനെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഹലോ അമ്മ, എന്തൊരു നോക്കണം ചുറ്റും. വീട് ഇവിടുന്ന് വല്ലതും കൊണ്ടുപോകും. നോക്ക്, കാര്യം കൊണ്ടുപോയില്ല. താക്കോല അവിടെ വെച്ചിട്ടുണ്ട്. അമ്മ അത് കൊതുക്കി വെച്ചാൽ ഇരിക്കാൻ പറ്റില്ല. അമ്മക്ക് അമ്മ മടിയിരിക്കാൻ എൻ്റെ ഇത് തോന്നുന്നുണ്ട്. കിറ്റ് മേടിക്കാൻ നീ ആധാർ നമ്പർ ഉണ്ട്. കൂടി പോന്നറിയും. ഓ, എന്തായാലും മറ്റേ കിരിയും പമ്പും പോലെ കിരികിരി എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഓ, ഇപ്പൊ തന്നെ പട്ടിക്കുട്ടീനെ കൊണ്ടുപോയെന്നെ. ശരദമേ, എവിടെ വരുത്തമ്മ ഓണങ്ങൾ? ഓണം കുശുമ്പില്ലാത്ത ഒരാളെ വണ്ടി ഓടിക്കത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. ഹോണടിക്കലും അമ്മ. ഓണം എവിടെ എത്തി? പടി വരെ എത്തണു. നമുക്ക് ഓണത്തിന്റെ തലേ ദിവസമാണ് നമ്മുടെ അച്ഛൻ മരിച്ചത്. അപ്പൊ അതിന്റെ വലിയ കാര്യങ്ങളൊക്കെ ഇടണം നമുക്ക്. ചേച്ചിയോട് പോയി പറയാൻ പോവാണ് നമ്മള്. എന്നിട്ട് വരാൻ അച്ഛന്റെ ചാത്തല്ലേ. ചേച്ചി വരണം. ചേച്ചി വന്നിട്ട് വേണം നീ കൂട്ടിട്ട് വേണം പോവാൻ. ഞാനാണ് അച്ഛന്റെ മോള്. അവളും അച്ഛന്റെ മോള് തന്നെയാ. ആദ്യത്തെ മോളാ. ഓ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. വണ്ടി വരുന്നുണ്ടോന്ന്. അമ്മ ഫുള്ള് ലൈസൻസ് എടുക്കുന്ന മാഷേ എന്താ? അതെ, എല്ലാ പെണ്ണുങ്ങളും ഇനി രഞ്ജിത്തേട്ടൻ ഫുള്ള് നോക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. പോണ ഒരു പെൺകുട്ടി നോക്കിക്കോ, അപ്പുറത്ത് പോണ ഒരു പെൺകുട്ടി നോക്കിക്കോന്ന്. റേഷൻ കടയില് കയറ്റിയതാണ്. നീ കൈ വെച്ചോ. എന്റെ കയ്യാ കഴിയുമ്പാലൊക്കെ വെക്കട്ടെ ഞാൻ. മഴയും കൊണ്ട് എന്നെ കൊണ്ട് റേഷൻ കടയിലത്തെ കിറ്റ് മേടിപ്പിച്ച് ഇത് കഴിക്കണം മുതല്. എന്റെ അമ്മേ, എന്താ ഈ കിറ്റിന്റെ എണ്ണം അമ്മയ്ക്ക് നോക്കണം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. നമുക്ക് റേഷനൊക്കെ ഉണ്ട് ഗായ്സ്. റേഷന്റെ കിറ്റ് കിട്ടി ഗായ്സ്. എന്തൊക്കെയുണ്ട് നമ്മ പറഞ്ഞു കേട്ടോ പോയിട്ട്. എല്ലാവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ചോടിക്കാം. പ്രത്യേകിച്ച് ബസ്സുകാരും ഓട്ടോറിക്ഷക്കാരും കണ്ണു കാണാണ്ടാണ് വരുന്നത്. അവർക്ക് വണ്ടി നമ്മുടെ മുമ്പിൽ കാറുണ്ടോ സ്കൂട്ടി ഉണ്ടോ എന്നൊന്നും അവർക്ക് അറിയണ്ട. അവരെ ചിലപ്പോൾ റെന്റ് എടുത്ത ഓട്ടോറിക്ഷകളാവും. അവർക്കല്ലേ മുതലാളിക്കല്ലേ നഷ്ടം ഉണ്ടാവുള്ളൂ, മറ്റവർക്ക് നഷ്ടം ഉണ്ടാവില്ലല്ലോ. പിന്നെ ബസ്സുകാരെ ശ്രദ്ധിക്കും. ബസ്സുകാരും ചിലർ പണിയെടുക്കാൻ നിൽക്കണവരാവും. അവരും പറഞ്ഞിട്ടാവും വരിക. അവർക്ക് ജീവന് ഒരു ഇതുമില്ല. പക്ഷെ മറ്റുള്ളവരുടെ ജീവന് കുറച്ചെങ്കിലും വിലയുണ്ട്. നിങ്ങളതൊന്ന് മനസ്സിലാക്കി ബസ് ഓടിക്കാനും ഓട്ടോറിക്ഷ ഓടിക്കാനും മാക്സിമം നോക്കാം. പിന്നെ നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. നീ അതല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ ബസ്സുകാര് ഓടിക്കാന്നുള്ള എനിക്ക് വന്നല്ലോ. കാരണം നമ്മുടെ വണ്ടിയിൽ കിടന്ന് ബാക്കിൽ ഇപ്പൊ കിടക്കിട്ട് ഹോൺ അടിച്ചോണ്ടിരിക്കുക. ഒന്നും പിന്നെ എടുക്കും കടന്നു ഹോൺ അടിക്കുക. കൊടുങ്ങല്ലൂർ വണ്ടി തോന്നുന്നുണ്ട്. എന്താ ചിക്കൻ നേരൊക്കെ ഓ, എന്റെ ബസ്സുകാരെ എന്റെ ഓട്ടോറിക്ഷേട്ടന്മാരെ ഓ സമ്മതിച്ചു നിങ്ങളെ. ആ കൂടി കൊല്ലത്തില് ഓണം വരല്ലോ. ഓണത്തിന് മൊത്തം തൃശ്ശൂർ വണ്ടികളാ.
മനസ്സിലാവില്ലേ ദൈവമേ. എല്ലാരും പർച്ചേസിങ് ആവൂല, നമ്മൾ ഇതുപോലെ ഇറങ്ങുമ്പോ എല്ലാരും ഇറങ്ങാ. ചേച്ചി ഇപ്പൊ കൊടുക്കും, കുഴപ്പമില്ല. ചേച്ചിക്കുള്ള വഴി രഞ്ജിതായിട്ട് ഒരുക്കും. രഞ്ജിതായിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുള്ള വഴി പെട്ടെന്ന് ഒരുക്കും. അല്ല രഞ്ജിതാട്ട? അയ്യോ അമ്മയുടെ ചിരി എന്നിട്ട് അവിടെ ബാക്കി. രഞ്ജിതൻ അങ്ങനെ ആത്മാർത്ഥമുള്ള നല്ലവനായ ഉണ്ണിയാണ്. സ്റ്റോപ്പ് അല്ലെങ്കിലും ഈ കാണുന്ന ബസ് ഇതാ നമ്പർ അടക്കം ഞാൻ പറയാം. ബസ് നിർത്തും എവിടെയായാലും, അവർക്ക് എവിടെയായാലും കുഴപ്പമില്ല. അവർക്ക് എല്ലാം ബസ് സ്റ്റോപ്പാ. മറ്റുള്ളവര് ഹോൺ അടിച്ചാ അവര് നമ്മളെ തെറി പറയും, എന്തൊക്കെ പറയാ. ആ നല്ല കഥ ഗൈസ്. ഞാൻ ഓണായിട്ട് അമ്മയ്ക്ക് ഒരു നൈറ്റ് എടുത്തിട്ട് പെറ്റിക്കും. അതെ സൂപ്പർ ചോരൻ. എന്താ ഇഷ്ടപ്പെട്ടോ? ഇത് കോട്ടൺ അല്ലേ? അല്ലല്ലേ, പ്യൂർ മിക്സ് ആണല്ലേ. അതൊക്കെ കോട്ടൺ നൈറ്റ് ആകുമ്പോൾ 200 രൂപയുടെ കാര്യമുള്ളൂ. ഗൈസ് നമ്മൾ സോഫ കവർ വാങ്ങാനായിട്ട് അവിടെ തന്നെ വന്നിട്ട് സോഫ കവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വില സോഫ കവറിനൊക്കെ? സോഫയിൽ ഇരിക്കുമ്പോൾ അത്ര വലിയ വില സോഫ അല്ലമ്മേ? അല്ലമ്മേ എന്ത് സോഫ കവറിനൊക്കെ എന്താ വില അല്ലേ? ഓൺലൈനിലൊക്കെ വില കുറവുള്ളൂ. ഓൺലൈനിൽ നിന്ന് വന്നാൽ ഇനി എന്തൊരു ചവിട്ടി അവിടെ മറക്കടാ. ആ ഇത് നല്ല രസമുണ്ട്. പക്ഷെ വെള്ളം പൂല. ഇങ്ങനത്തെ ചവിട്ടിയില്ല, ഇങ്ങനെ പൂച്ചക്കുട്ടികൾക്ക് പോലത്തെ ചവിട്ടി. പക്ഷെ വെള്ളം പൂല. എൻ്റെ ടർക്കി പോലെയാവും തലയിൽ വെള്ളം പോകാറില്ല. നമ്മൾ നേറ്റി കച്ചവടമാണ്. ചവിട്ടി കച്ചവടമാണ്. അമ്മയ്ക്ക് ചേച്ചി എന്താ വരുമാനമാർഗമാണ് ചേച്ചി. ഒരു ചവിട്ടി എടുക്കും ചേച്ചി. പൈസ ചേച്ചി 49 രൂപ. ചേച്ചി എവിടെ ഇട്ടാലും ഞാൻ ചവിട്ടിയാലും അവരിട്ടാലും ഒന്നും ആവില്ല. ചേച്ചി എടുക്കും ചേച്ചി. 3 ഏത് കളർ ചേച്ചി കണ്ടത്? ചേച്ചിയുടെ മുഖം കണ്ടറിയാം. ചേച്ചിക്ക് ഒരു പച്ചയും ഒരു മഞ്ഞയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ആണോ ചേച്ചി? പറ ചേച്ചിയാണോ? ഇവിടെ ചേച്ചിയുണ്ട്. ഇവിടുത്തെ ചേച്ചി എന്നെ പിടിച്ച് പുറത്താക്കുന്നു എന്നുള്ളത്. ഏതാ ഇഷ്ടപ്പെട്ട ചേച്ചി? ചേച്ചി ഇഷ്ടപ്പെട്ടൊക്കെ ഞാൻ തരും ചേച്ചിക്ക്. ചേച്ചിനെ കണ്ടറിയാം. ചേച്ചി നല്ല മനസ്സുള്ള ഒരു ഉടമയാണ്. ചേച്ചി എല്ലാം ഒരേപോലത്തെ കളർ എടുക്കും. ചേച്ചി വീട്ടിൽ തെറ്റില്ലേ ചേച്ചി കൊണ്ടുപോയി കഴിഞ്ഞാൽ? നിങ്ങൾ വരി കൊണ്ടൊക്കെ ചേച്ചിയെ ചേട്ടാ മതിയെന്നോട്ട് പറയാം. ഓക്കെ ബൈ. മഞ്ഞ കല്യാണത്തിൻ്റെ ആണമ്മേ? ഇതാണോ ഇടാൻ പോണേ? നന്നായി കൊള്ളാം. ഇതും രണ്ടും ഓക്കെ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു വെച്ചാൽ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അല്ലമ്മേ? അവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ് സത്യത്തില്. അതെ ബക്കറ്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ. അപ്പൊ സൂര്യ അവിടെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് റേറ്റും അത്യാവശ്യം കൂടുതലാണ്. അപ്പം പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് പോന്നു. അത്യാവശ്യം റേറ്റ് നമുക്ക് തോന്നിയത് നമ്മൾ എടുത്തിട്ട് പോന്നു, ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ അഞ്ജുവിൻ്റെ അവിടേക്ക് പോവാണ്. അതിന് മുമ്പ് നല്ല വിശപ്പുണ്ട് എനിക്ക്. വിശന്നിട്ട് കണ്ണ് കാണാനില്ല. എനിക്ക് കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കണുണ്ടോ? അത് വിശന്നിട്ടാ. അല്ല അമ്മ അമ്മയ്ക്ക് വിശക്കുണ്ടോ? അവിടെ അമ്മ ചോറുണ്ടില്ല നേരത്തെ. വിശക്കില്ല അമ്മയ്ക്ക് വേണ്ടാന്ന്. എന്താമ്മേ? നമ്മളെന്തായാലും കഴിക്കട്ടെ ഗൈസ്. വല്ലതും കഴിച്ചിട്ട് തരാം ഗൈസ്. അങ്ങനെ ഞാൻ കഴിക്കാൻ പോവാണ്. നമ്മുടെ ഞാൻ പറഞ്ഞത് ലിവറും കൊള്ളിയും, അമ്മ പറഞ്ഞത് ചിക്കനും കൊള്ളിയും. ഞാൻ ഓംപ്ലേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട് ഗൈസ്. ഓംപ്ലേറ്റ് 3 പറഞ്ഞു. നല്ല ഇവിടുത്തെ ഓംപ്ലേറ്റ് നല്ല അടിപൊളി ഓംപ്ലേറ്റ്. ആ ശരി നമ്മൾ കഴിക്കട്ടെ ഗൈസ്, കഴിക്കട്ടെ. വിശപ്പുണ്ട്. ഗൈസ് എനിക്ക് എൻ്റെ വയറ്റിൽ കുട്ടിയായി ഗൈസ്. രഞ്ജിതന് ഇഷ്ടമായി തോന്നുന്നുണ്ട്. ഇഷ്ടമായോ? ഇഷ്ടമായോ? നല്ല ഫുഡാണ്. നല്ല ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫുഡാണ്. അതുകൊണ്ട് അമ്മേ നോക്കിയോ രണ്ടത്. ആ അപ്പോൾ ഇനി നമ്മൾ ദക്ഷിണയിലേക്ക് പോകണം. ദക്ഷിണ പോയിട്ടേക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അഞ്ജുൻ്റെ അവിടേക്ക് പോകണം. എന്നാലും പോട്ടെ. അമ്മ തളർന്നിരിക്കുകയാണ് അവിടെ. ഉണ്ടോ? ബോധം പോയി. എന്തമ്മേ ഗുളികയില്ലേ മോള്? അഞ്ജുന്റെ അവിടെ നിന്ന് കഴിക്കാം. അഞ്ജുന്റെ അവിടെ പോയിട്ട് അയ്മോള് പോയിട്ട് ഒരു ഗുളിക പോലും ഇല്ലാത്ത വീടാ. അനീഷന്റെ അവിടെ ജോലിക്ക് വന്നിരിക്കുന്ന പുതിയ മുതലാണ്. ചേച്ചി എന്നെ ഇറുക്ക് ഇവിടെ പണിയെടുക്കണോ? അത് കവർ ചേച്ചി കവർ. കൊണ്ടാട്ടി വരുന്ന അഞ്ജുനെ ആണോ? നീങ്ക പേരെന്നെ ഉങ്ക പേരെന്നെ പേരില്ല. എന്ത് പേരില്ലാന്നോ? പേരിട്ടില്ലേ? കുഴപ്പമില്ല. പോണ അഞ്ചു പിന്നെ വാ. അഞ്ചു വരുന്നുണ്ട് ഗൈസ്. അഞ്ചു നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക. വരുന്നില്ലെന്നാ? ആ പറയണേ. വിളിച്ചെടുത്തിന്ന് അങ്ങനെ നിങ്ങള് കാണാൻ ഭംഗിയില്ലാന്ന് ഗൈസ്. അങ്ങനെ വാടി
എന്റെ ചേച്ചി വന്നിട്ടുണ്ട്. ഇതാണ് അനീഷയുടെ കൽപ്പന എന്ന് പറഞ്ഞില്ലേ അനീഷേട്ടൻ ഇവിടുത്തെ അയ്യോ മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നോള്. ആ നിങ്ങള് പിന്നെ കുളിച്ചിട്ട് വന്നോണ്ടെങ്കിൽ കുഴപ്പമില്ല. പാന്റൊക്കെ കിട്ടിയ ലൂസ് ആയതിന് ഓഹോ എന്താണ് ഇവിടെ ഇവൾക്ക് അനീഷേട്ട ഇവൾക്ക് ടോപ്പ് വേണമെന്ന് നോക്കിയാ അനീഷേട്ടൻ കണ്ടില്ലേ എല്ലാ ടോപ്പും കാണിച്ചു. കണ്ണാടി ഇരിക്കണു. ആ നിനക്ക് 5 ഫ്രീ നോക്കി ജനിച്ചടാ. ടോമേ കണ്ടാ അത് പറഞ്ഞപ്പോ ചോപ്പാ നിനക്ക് ടോക്കണ്ടേ? ആ ഞാൻ അല്ല അനീഷേനെ കണ്ണാട്ട് നോക്ക്. അനീഷേനെ മൊത്തം ചുമ കാണിക്കും. നിങ്ങൾ എന്താ കാണിച്ചാ മോളെ? ആ ഏതൊരു ആൾക്കാരെ ഒന്നുമില്ല പാലട ചെറുപ്പാണ്. മോനെ കയറട്ടെ ചുമക്കുന്നു ഗൈസ്. എന്തോണ്ട് അസുഖം പോട്ടെ ഗൈസ്. ഇതാണ് എന്റെ നാളത്തെ കോസ്റ്റ്യൂം. ഇത് ഞാൻ ഇട്ടിട്ട് വരട്ടെ. അനീഷേട്ട ഇപ്പൊ സ്റ്റിച്ച് ചെയ്താണ്ട് ഞാൻ പറഞ്ഞില്ല അനീഷേട്ട അങ്ങനെ സമയം കാലൊന്നും ഇല്ലാത്ത കുഴപ്പമില്ല. ഇവൾക്ക് ഇവള് ഇട്ടിട്ട് വേണ്ട 5 ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ അങ്ങനെ ദക്ഷിണേല ആദ്യത്തെ ഡ്രസ്സാണ് ദക്ഷിണേല ഉള്ളത് കേട്ടാ. എങ്ങനെയുണ്ട്? വണ്ണം കുറഞ്ഞല്ലേ? ഡ്രസ്സിനെ പറ്റി പറ. എനിക്ക് ആദ്യമായിട്ട് ഇത്രയും ഫിറ്റ് കറക്റ്റായിട്ടല്ലേ. ഞാൻ അടുത്ത ഇട്ടിട്ട് വാ. വേമ്പോ പോയി അണ്ണാച്ചി പിന്നെ വാ. ബ്ലൗസ് ഒക്കെ ഇട്ട് ഗൈസ് സെറ്റ് ആയിട്ടുണ്ട്. ബ്ലൗസ് പാകമായിട്ടുണ്ട്. ഈ 5ന്റെ ഒരെണ്ണം കൂടി ഉണ്ട്. അതും കൂടി സെറ്റായി. കളറുമായി വന്നിട്ടുണ്ട്. അത് കളർ എത്ര വ്യത്യാസമുള്ളൂ? ഏത് കളർ ഇഷ്ടായേ? രണ്ടും ഇഷ്ടായി. പക്ഷെ രണ്ടും കാണാൻ ഭംഗിയുണ്ട് കേട്ടപ്പോ. അത് എനിക്കിട്ട് സൗന്ദര്യം അധികമായോണ്ടാന്ന് തോന്നുന്നുണ്ട്. ആ പിന്നെ എന്റെ ഇച്ചായ ഉള്ള തള്ളു ഏതാ ഷോ എന്റെ അമ്മ അനീഷേട്ടൻ കൊണ്ട് എടുത്തു. നല്ല അനീഷേട്ടന്റെ സ്നേഹം മോനെ എനിക്കൊന്നും നല്ല ഭംഗിയുള്ളത് അറിയില്ലല്ലോ. അത് പറഞ്ഞിട്ടില്ലേ? അല്ല ഞാൻ എടുക്കാറ ചേർന്നിവിടെ അടുത്തിട്ട് എന്റെ അമ്മേ ഇതേപോലെ ഒരു മനുഷ്യന്ന് അമ്മയും അപ്പനെ കുറച്ചാണ് പറഞ്ഞു കഴിഞ്ഞോ മതി. ഷർട്ടുകളൊക്കെ ഇട്ടിട്ടോ? ഷർട്ടുകള് ഇല്ല. അങ്ങനെ അടുത്ത കളർ പിങ്ക് ഇട്ടിട്ട് വന്നിക്കാണ്. അത് ഇങ്ങോട്ട് തന്നെ നമ്മളത് എന്റെ അവിടെ. നിങ്ങക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ഇടാൻ പറയാം. എല്ലാ ആൾക്കാരോട് എടുക്കണത് വേറെ. അനിഷേട്ടാ ഇവള് വിചാരിച്ചു ചെറിയ സെറ്റപ്പാന്ന്. പക്ഷെ വലിയ കടയെന്ന് ഇപ്പോൾ അറിഞ്ഞു. ലോക്കലല്ല UK ഒക്കെ ഞാൻ അടുത്ത. പക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആണ്. പിന്നെ അടുത്ത് പോട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അടുത്ത് പോരട്ടെ. സംഭവം സെറ്റാ. വന്നോളി, വന്ന് നോക്കി നോക്ക് നിങ്ങള്. അതെ നിങ്ങൾക്ക് വന്ന് കാണാലോ. ഞാൻ എടുക്കാൻ നിർബന്ധിക്കൂല. നിങ്ങൾ വന്ന് കണ്ടു നോക്ക്. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. അമ്മക്ക് ചുരിദാർ അന്വേഷിച്ച ചുരിദാർ ഇടിക്കണം അമ്മേനെ. അതിന്റെ കൂട്ടി ഒരു കുടവുള്ളെന്ന് പറഞ്ഞപ്പോ കണ്ണാടിയുടെ കുഴപ്പമില്ല. നമ്മൾ നിൽക്കുമ്പോ പോണം തോന്നുന്നു. ഗൈസ് അങ്ങനെ അഞ്ജുന് ഞാൻ ഓണക്കോടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്ത് പന്ന് പറ. അനീഷേട്ടന്റെ വക, നന്ദുവിന്റെ കെയർ ഓഫ്. ആര് കാരണം? കാരണം ചേച്ചിക്ക് ഒരെണ്ണം എടുത്തു കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം എടുത്തു. എന്താ അവിടെ നിക്കണേ? വീഡിയോയില് കളിക്കണ്ട എന്റെ പിലോപ്പിനെ. അത് അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പൊന്നെ കിട്ടുന്നു വീഡിയോയിലേക്ക്. ഇതും
ഏതെടുത്താണ് രണ്ടെണ്ണം കാണിച്ചു കൊടുക്കുക? ഏതാ കാണിച്ചു കൊടുക്കുക? പറഞ്ഞത് മാത്രമേ. എന്റെ പൊന്നും കൂടെ ഇത് എടുക്കാൻ പറഞ്ഞു. എന്റെ പിലോപ്പി കൂട്ടാൻ പറയുന്നില്ലല്ലോ. ഒരു മിനിറ്റ് കേട്ടോ, എന്റെ പിലോപ്പി എടുക്കാൻ പറഞ്ഞ സാധനം നോപ്പ കാണിച്ചിട്ട് നമ്മുടെ കഴുത്തിലെ താജ്മഹൽ എന്താ ഒരു വെച്ചാലൊന്നും ചിന്തിക്കരുത്. നോം സെലിബ്രേഷൻ ഒരു കുടിക്കുമല ഇട്ടിട്ട് പോയി. രാവിലെ തന്നെ നൈസായിട്ട് ഒഴിവാക്കിയില്ല. ഞാൻ സിന്ദൂരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു കണ്ടാ. അല്ലെങ്കിൽ ഞാൻ സിന്ദൂരത്തോട് പറഞ്ഞില്ല. ഞങ്ങൾ ഇനി വരില്ല, അതൊക്കെ കൊണ്ടുപോകും. ഞങ്ങൾ ഇവിടുന്ന് പോവാണ് നേരിട്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞാലൊക്കെ വയ്യ. അവിടെ പാലട പായസം എടുത്ത് വെച്ചിട്ടുണ്ട്. This one and that pink one. ഓക്കെ ഞങ്ങളവിടെ വീട്ടിൽ പോയിട്ട് പാലട പായസം കുടിക്കട്ടോ. ഓക്കെ അവർക്ക് ഇനി അത് കാണിക്കാം. പാലട പായസം ഉണ്ടോ? ഓക്കെ വൈറ്റ് പാക്ക് ചെയ്തു. ഗൈസ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് പോവാണ്. അഞ്ചിൻ്റെ ഇടയ്ക്ക് 7 വർഷമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും അമ്മയുടെ വിരുന്ന് കഴിഞ്ഞിട്ടില്ലേ. വാ അവളെ നമ്മൾ വിളിക്കട്ടെ. അവളെ വിരുന്നിന് വന്നേക്കാണ്. വിരുന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ട് വിരുന്നിന് വന്നാ ഉണക്കമേ കൂട്ടി ഒരു പെടപെടച്ചാല. ഇവിടെ വന്നാലും നൈറ്റ് കച്ചവടമാണല്ലോ. രാവിലെ ബോഡി മസിൽസ് കാണിച്ചു പനിയാ ഗൈസ്. പനിയൊന്നുമില്ല, കരിഞ്ഞില്ല. മാറ്റി വെച്ചതാ രമണി വലിമയ്ക്ക്. അങ്ങനെ അഞ്ചു പായസം കൊണ്ട് വന്നേക്കാണ്. കണ്ടന്നെ കൂടുതൽ വേണ്ട, കൂടുതൽ വേണ്ട. നല്ല മധുരാണ്. എന്റെ പൂവോ? പൂ എവിടെ എവിടെ? എന്റെ ബാഗിലുണ്ട്. ബാഗിലാ? നമ്മള് പായസം കൊടുത്തു. ഞാൻ അച്ചാർ കഴിക്കണം നിർബന്ധം. ഒരു മാങ്ങ വേണം. മാങ്ങ അടിപൊളി അച്ചാർ. ഓണം പായസം കുടിച്ചാ അത് കുടിച്ചോ? അവളുടെ എന്റെ പൈസ വേണ്ട, കുടിച്ചോ. കുറച്ചുകൂടി തരട്ടെ പായസം? എന്തായാലും പകരത്തിൽ പകരം മത്സരമായിട്ട് കാണരുത് കേട്ടോ. പിലോപ്പിയല്ലേ ഞാൻ നിന്റെ പിലുമോളല്ലേ, നമ്മളെന്നും ഒന്നല്ലേടി. നന്ദുന്റെ ചെക്കൻ്റെ നെഞ്ചുത്തു. അവൻ പിലോപ്പി, ഞാൻ കരിപ്പിടി. നന്ദു മുഷു, ആഫ്രിക്കൻ മുഷു. വലുതായി വരുന്നുണ്ട്. പൊക്കം വെച്ച് പോണ്ട്. 600 ഗീതിച്ചിടാ. പോസ്റ്റ് ഇട്ടോ? 5 മുന്നിക്ക് നിക്കണ ഗൈസ്. ഫോട്ടോ ഫോട്ടോ അടിച്ചോ? പിന്നെ എന്റെ മാറിപ്പോയി പിലു വിളിച്ച ഞാൻ എന്തും കേൾക്കും. കാരണം അവൻ എന്റെ പിലോപ്പിയാണ്. ഞങ്ങളേറെ ഇഷ്ടപ്പെട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഇട്ട് അരച്ച് കറി വെക്കുന്ന, അല്ല വറക്കുന്ന ഞങ്ങളുടെ ഒരേ ഒരു ചെറുമണ്ണുള്ള പിലോപ്പി. കൊണ്ടുപോവാനാ? തൂവെള്ളാണ് കറുപ്പായുണ്ട്. അതിന്റെ 150 രൂപ നയിക്കുക കൊണ്ടു എന്റെ 5 വശം. അപ്പൊ ഗൈസ് നമ്മള് പോവാണ് അല്ലേ? അതെ, പോയിട്ട് വരാം എന്ന് പറയാൻ പറയും. ഇനി ബാക്കി മുട്ടയൊക്കെ ഇങ്ങനെ അമ്മക്ക് ഇനി അത് മുറിച്ചെടുത്തിട്ടേ അമ്മയ്ക്ക് വെച്ച് കൊടുക്കും. അമ്മക്ക് ഇതിന്റെ ആട്ടല് ഇത്തിരി കുറവാ. ഞാൻ നോക്കുമ്പോ നന്ദൂരേണോ സുധി 2 സൈഡിക്ക് എപ്പോഴും ഈ തിരുപ്പം വെച്ച് കൂടിയാണ് 2 സ്ഥലത്തേക്ക് മൂടിയിട്ടിരുന്നത്. അതേപോലെ നന്ദൂട്ട് എല്ലാ വീഡിയോയുടെ ഫ്രണ്ടില് അഗേഷ് ഞങ്ങൾ ഇന്ന് സിനിമയ്ക്ക് പോകണേ 2 മുടി എല്ലാ വീഡിയോ എടുത്ത് നോക്കി നോക്കും. 2 മുടി എടുത്തിട്ടാറുണ്ട്. ആരല്ല അത് 2 ആരല്ല ഇടുന്ന്.
ഇവിടെ പൂ തന്നു ഞാൻ പൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നാളെ പൂക്കൾ എന്റെ വക. മഞ്ഞപ്പൂക്കൾ എനിക്ക് ചീഞ്ഞണ്ടായിരുന്നു. ആ വളരിയിലത്തെ പൂക്കടക്കാരൻ എനിക്ക് പൂക്കടക്കാരൻ എനിക്ക് കാണണം. അനീഷേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. 2 ജോഡിക്ക് തന്നു തൊഴാനാ. അതല്ലടി അനീഷിനെ കുറച്ച് അയ്യോ ഒന്നും പിന്നെ എടുക്കോ. ശരി അനീഷ് പാപ്പിച്ചായ മുത്താണ്. മുത്തല്ല, ഓ ഞങ്ങളുടെ കണ്ണിൽ ഉണ്ണിയാണ് അനീഷേട്ടൻ. അപ്പൊ നമ്മള് വീഡിയോ സമീപിക്കാൻ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പാവം മനുഷ്യേട്ടാ, ഇത്ര നല്ല മനുഷ്യരെ ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഗീവ് അവേ ഉണ്ട് കേട്ടോ ഓണായിട്ട്. അരമംഗലത്തിന്റെ പൊന്നോമനെ ഉണ്ണി സദ്യ അയക്കരേനെ ഞങ്ങൾ ഗീവ് അവേ തരും. ആർക്കൊക്കെ വാങ്ങാം. കയ്യിലെന്താ മുറിച്ചിട്ടിക്കണേ?